ഇനി നമുക്ക് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ സബ്സീക്വൻസ് കൺവേർജൻ്റ് ആണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ സീക്വൻസിന് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ട് പ്രോബ്ലംസ് വരുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് പ്രോബ്ലം നോട്ട് തരത്തില്ല, ഇത് നോക്കി വേണം നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഷോ ദാറ്റ് ലിമിറ്റ് ഓഫ് b raised to n equal to 0 if 0 ലെസ് ദാൻ b ലെസ് ദാൻ 1. ഇത് ഓൾറെഡി നമ്മൾ രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ലോഗരിതം എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ട് മെത്തേഡ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മൾ സബ്സീക്വൻസിൻ്റെ തിയറം വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു ബി, സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീക്വൻസ് ബി റേസ് ടു എൻ എടുക്കുവാണെങ്കിൽ നമുക്ക് 0ക്കും 1നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1/2 എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എടുത്താണ്. ഇത് നിങ്ങൾ നോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെറ്റ് എക്സ് എൻ ഈക്വൽ ടു ബി റേസ് ടു എന്ന് എടുത്താൽ മതി. ഇവിടെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. 1/2 നമ്മൾ എടുത്താൽ 1/2 റേസ് ടു 10 എടുക്കുന്നതും 1/2 റേസ് ടു 11 എടുക്കുന്നതും നമ്മൾ നോക്കുവാണെങ്കിൽ ഏതായിരിക്കും വലുത്? അപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ 1/2 വരും. 1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 1/4 കുറച്ചും കൂടെ കുറഞ്ഞു. 1/2 ക്യൂബ് എന്ന് പറയുമ്പോൾ 1/8 പിന്നെയും കുറഞ്ഞു. അപ്പോൾ ഇത് ആക്ച്വലി എന്താ? ഇതൊരു ഡിക്രീസിങ് സീക്വൻസാണ്. അപ്പോൾ നമ്മൾ xn+1ഉം xnനും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം xn എന്ന് പറയുന്നതായിരിക്കും വലുത്. അപ്പോൾ xn+1 ഈസ് ലെസ് ദാൻ xn എന്ന് പറയും. കാരണം എന്താണ്? b raised to n+1 ഈസ് ലെസ് ദാൻ b raised to n. സിൻസ് 0 ലെസ്, അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. ലെറ്റ് എക്സ് എൻ നോട്ട് എഴുതുമ്പോൾ ലെറ്റ് എക്സ് എൻ ഈക്വൽ ടു സീക്വൻസ് ബി റേസ് ടു എൻ. സിൻസ് 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1, ബി റേസ് ടു n+1 ഈസ് ലെസ് ദാൻ ബി റേസ് ടു എൻ. ബിയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് ആയതുകൊണ്ട് ബി റേസ് ടു n+1ഉം ബി റേസ് ടു എന്നും കൂടെ കമ്പയർ ചെയ്താൽ ബി റേസ് ടു n+1 ആയിരിക്കും വലുത് ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. അതിന് നമുക്ക് എന്ത് പറയാം? xn+1 is less than xn for all n element of n. Therefore, sequence xn is a decreasing sequence. ഇനി സീക്വൻസിലെ എലമെൻറ്റുകളെല്ലാം 0ക്കും 1നും ഇടയ്ക്കല്ലേ കിടക്കുകയുള്ളൂ. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്, ബൗണ്ടഡുമാണ്. Thus, sequence xn is a monotone bounded sequence. Therefore, is a monotone bounded sequence. Monotone decreasing bounded sequence. Therefore, by monotone convergence theorem, sequence xn, sequence xn is convergent. Monotone convergence theorem, sequence xn is convergent. By monotone convergence theorem, sequence xn is convergent. അപ്പോൾ നമ്മൾ ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിന് x എടുക്കുക. ലെറ്റ് x is equal to sequence limit of xn. Let x equal to limit of xn. അപ്പോൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് സീക്വൻസ് എക്സ് കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ആ ലിമിറ്റിന് നമ്മൾ എക്സ് എന്ന് വിളിക്കുവാണ്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ തിയറം 15. ഇപ്പം നമ്മൾ പഠിച്ച തിയറം 15 ഇനി അപ്ലൈ ചെയ്യുവാണ്. തിയറം 15 പറയുന്നത് എന്താണ്? സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസുകളും അതേ പോയിൻറ്റോട്ട് കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മോണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ച് സീക്വൻസ് എക്സ് കൺവേർജസ് ആണ്, അതിൻ്റെ ലിമിറ്റ് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും എക്സിലോട്ട് തന്നെ കൺവേർജ് ചെയ്യും. അപ്പം നിങ്ങൾ x2n എന്നുള്ള സീക്വൻസ് x2 എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? x2, x4, അത് ഇതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയത്. നൗ കൺസിഡർ, ഇതിന് ശേഷം നൗ കൺസിഡർ സീക്വൻസ് സബ്സീക്വൻസ് x2n ഓഫ് sequence xn. Now consider the subsequence x2n of sequence xn. Sequence x2n also converges to x. അത് നമ്മൾ തിയറം 15 അപ്ലൈ ചെയ്താൽ sequence x2n also converges to x. Therefore, limit of
x2n is equal to x. ഇനി x2n എന്ന് പറയുന്നത് എന്താണ്? xn എന്ന് പറയുന്നത് b raised to n. അപ്പോൾ അത് b raised to 2n വരും. അതിന് നമുക്ക് b raised to n the whole square എന്ന് എഴുതാമല്ലോ. b raised to n the whole square. ഇനി b raised to n എന്ന് പറയുന്നത് നമ്മുടെ xn ആണ്. x2n എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ xn the whole square എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം xn എന്ന് പറയുന്നത് b raised to n. അപ്പോൾ x2n എന്ന് പറയുന്നത് b raised to 2n വരും. b raised to 2n നമുക്ക് b raised to n square which is equal to xn square എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x2n is equal to xn square എന്ന് കിട്ടി. Therefore, limit of x2n is equal to limit of xn square. രണ്ട് സൈഡിൽ നമ്മൾ ലിമിറ്റ് x2n ഈക്വൽ ടു xn സ്ക്വയറിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ അടിയിലോട്ട് എവിടെ എഴുതിയാൽ മതി. അതായത് നമുക്ക് കിട്ടിയത് എന്താണ്? x2n is equal to xn square. Taking limit on both sides, limit of x2n is equal to limit of xn square. ഇനി ലിമിറ്റ് ഓഫ് x2n എന്ന് പറയുന്നത് നമുക്ക് x ആണ് അല്ലേ? ലിമിറ്റ് ഓഫ് x2n സ്ക്വയർ ആണ്. ഇനി ലിമിറ്റ് ഓഫ് xn സ്ക്വയറിന് നമുക്ക് ലിമിറ്റ് ഓഫ് xn ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചാണ് ലിമിറ്റ് ഓഫ് xn ഇൻറ്റു xn എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് xn ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? അപ്പോൾ നമുക്ക് കിട്ടിയത് ലിമിറ്റ് ഓഫ് x2n ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് xn ദ ഹോൾ സ്ക്വയർ. കാരണം ലിമിറ്റ് ഓഫ് xn ഇൻറ്റു yn എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് xn ഇൻറ്റു ലിമിറ്റ് ഓഫ് yn. അപ്പോൾ നമ്മൾ xനും yനും സെയിം തന്നെ എടുക്കുമ്പോൾ ലിമിറ്റ് ഓഫ് xn ഇൻറ്റു ലിമിറ്റ് ഓഫ് xn നമുക്ക് ലിമിറ്റ് ഓഫ് xn സ്ക്വയർ എടുക്കാം. ഇനി x2nൻ്റെ ലിമിറ്റിനെ നമ്മൾ x എന്ന് വിളിച്ചു അല്ലേ? അപ്പോൾ x ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് xനും x ആണ്. ലിമിറ്റ് ഓഫ് xനും x ആണ്, ലിമിറ്റ് ഓഫ് x2നും x. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു x സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് x സ്ക്വയർ മൈനസ് x ഈക്വൽ ടു 0 implies x is equal to x into x minus 1 equal to 0 implies x equal to 0 or 1. x equal to 0 or 1 എന്ന് കിട്ടും. x equal to 0 or 1. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സിന് ഇത്രയും ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞു ഈ സീക്വൻസ് ഒരു മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് ആണെന്ന് കാണിച്ചു. ഇനി മോണോട്ടോൺ ഡിക്രീസിങ് സീക്വൻസ് 0ക്കും 1നും ഇടയ്ക്ക് കിടക്കുന്നുണ്ട്, അത് ബൗണ്ടഡ് ആണ്. അപ്പോൾ ഇതൊരു മോണോട്ടോൺ ബൗണ്ടഡ് സീക്വൻസ് ആയതുകൊണ്ട് മോണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് കൺവേർജൻ്റ് ആണ്. അതിൻ്റെ ലിമിറ്റ് നമ്മൾ x എന്ന് വിളിച്ചു. ഇനി നമ്മൾ തിയറം 15 പഠിച്ചതനുസരിച്ച് സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസിലും അതേ പോയിന്റിലോട്ട് തന്നെ കൺവേർജ്. അപ്പോൾ നമ്മൾ x2n എന്നുള്ള സബ്സീക്വൻസ് എടുത്താൽ അതും എക്സിലോട്ട് തന്നെ കൺവേർജ് ചെയ്യുമെന്ന് കിട്ടി. പിന്നെ നമ്മൾ കിട്ടിയത് എന്താണ്? x2n എന്ന് പറയുന്നത് xn സ്ക്വയർ ആണെന്ന് കിട്ടി. എന്നിട്ട് രണ്ട് സൈഡിൽ ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് ഓഫ് x2n എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് xn സ്ക്വയർ ആണ്. ലിമിറ്റ് ഓഫ് xn സ്ക്വയർ എന്ന് ലിമിറ്റ് xn ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം x ഈക്വൽ ടു x സ്ക്വയർ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x ഈക്വൽ ടു 0 ഓർ 1. ഇനി അതിൽ 0 ആണോ 1 ആണോ നമുക്ക് ലിമിറ്റായിട്ട് വരുന്നതെന്ന് നോക്കണം. ഇനി നമുക്കറിയാം xn എന്ന് പറയുന്ന ഒരു ഡിക്രീസിങ് ബൗണ്ടഡ് സീക്വൻസ്. ഡിക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ മോണോട്ടോൺ കൺവേർജൻസ് തിയറം അനുസരിച്ച് ഇറ്റ് കൺവേർജസ് ടു ഇൻഫീമം അല്ലേ? ഇൻഫീമത്തിലോട്ടാണ് അത് കൺവേർജ് ചെയ്യുന്നത്. ഡിക്രീസിങ് ആയതുകൊണ്ട് അത് പിന്നെ ഇത് എപ്പോഴും ലെസ് ദാൻ 1. നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ 1 എന്നുള്ളതാണ് സീക്വൻസിൻ്റെ കേസിൽ വരുന്നത്. 0ക്കും 1നും ഇടയ്ക്ക് വരുന്നത് കൊണ്ട് ഇതിൽ xnകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എക്സിൻ്റെ വാല്യൂ 0ക്കും 1നും ബിയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് വരുന്നതുകൊണ്ട് xnൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് വരും. അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് xനും സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ്. ലിമിറ്റ് ഓഫ് xn സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയതുകൊണ്ട് therefore ലിമിറ്റ് ഓഫ് xn ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ x ഈക്വൽ ടു 0 ഓർ 1 എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സിൻസ് സീക്വൻസ് xn is a decreasing sequence and bounded above by since sequence xn is a decreasing sequence and bounded above by b less than 1. കാരണം ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് b ആണ്, സെക്കൻഡ് എലമെൻറ്റ് b സ്ക്വയർ, തേർഡ് എലമെൻറ്റ് b ക്യൂബ്, b റേസ് ടു 4. ഇത് കുറഞ്ഞാണ് പോകുന്നത്. അപ്പം ഏറ്റവും അപ്പറിൽ വന്നേക്കുന്ന എലമെൻറ്റ് b ആണ്. b എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. therefore sequence നമ്മൾ പറഞ്ഞ since the sequence xn is decreasing and bounded above by b less than 1
limit of xn is less than 1. Therefore, we deduce that x is equal to 0. Therefore, limit of xn is equal to 0. That is, limit of b raised to n is equal to 0 എന്ന് പറയും. Limit of b raised to n is equal to 0 എന്ന് കിട്ടും. ഇതേ പാറ്റേണിൽ തന്നെയുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ കൂടെ. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഷോ ദാറ്റ് ലിമിറ്റ് c raised to 1 by n equal to 1 ഫോർ c ഗ്രേറ്റർ ദാൻ 1. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഈ പോർഷൻ. ലിമിറ്റ് ഓഫ് c raised to 1 by n equal to 1 ഫോർ c ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമ്മൾ xn എന്ന് പറയുന്നത് c raised to 1 by n എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് c ഗ്രേറ്റർ ദാൻ 1, c ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് xn എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുകയല്ലേ. c ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് സിൻസ് c ഈസ് ഗ്രേറ്റർ ദാൻ 1, xn ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇനി നമ്മളിപ്പോൾ സപ്പോസ് ഒരു 2 എടുക്കുക, സിയുടെ സ്ഥാനത്ത് 2 എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. 2 raised to 1, 2 raised to 1 by 2, 2 raised to 1 by 3, 2 raised to 1 by 4 എന്ന് പറഞ്ഞാൽ വരുന്നത് 2 raised to 1 എന്ന് പറയുന്നത് 2 ആയി. 2 raised to half എന്ന് പറയുന്നത് √2 ആണ്. √2 എന്ന് പറയുമ്പോൾ 1.4 സംതിങ്. പിന്നെ അത് ക്യൂബ് റൂട്ട് ഓഫ് 2 പിന്നെയും കുറയുക. അപ്പോൾ ഇത് ആക്ച്വലി എന്താ, ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. xn പ്ലസ് 1 ഈസ് ലെസ് ദാൻ xn. കാരണം എന്താ, c ഗ്രേറ്റർ ദാൻ 1 വരുമ്പം c raised to 1 by n പ്ലസ് 1 ഈസ് ലെസ് ദാൻ c raised to 1 by n. c raised to 1 by n പ്ലസ് 1 ലെസ് ദാൻ c raised to 1 by n ആയതുകൊണ്ട് നമുക്ക് xn പ്ലസ് 1 ഈസ് ലെസ് ദാൻ xn ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എന്ന് പറയും. നമ്മൾ എഴുതേണ്ടത് ഇതാണ്. ലെറ്റ് xn ഇസ് ഈക്വൽ ടു സീക്വൻസ് c raised to 1 by n. Since c is greater than 1, xn is greater than 1. Also, c raised to 1 by n plus 1 is less than c raised to 1 by n. c raised to 1 by n plus 1 is less than c raised to 1 by n. c raised to 1 by n plus 1 is less than c raised to 1 by n. Therefore, xn plus 1 is less than xn for all n. Therefore, sequence xn is a decreasing sequence. Sequence xn is a decreasing sequence. അപ്പോൾ ഇതിനകത്ത് എലമെൻറ്റുകൾ എങ്ങനെയാണ്? c raised to 1 by 2, c raised to 1 by 3, etc. എന്ന് പറഞ്ഞ് ഡിക്രീസ് ചെയ്ത് പോവുക. അപ്പം ബൗണ്ടഡ് എബോവ് ബൈ സി അല്ലേ, ബൗണ്ടഡ് എബോവ് ബൈ സി ആണ്. ഇനി ഈ നമ്പറുകളെല്ലാം എന്തായാലും 1നേക്കാളും വലുതായിരിക്കുമല്ലോ. ആൻഡ് ബൗണ്ടഡ് ബിലോ ബൈ 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. അപ്പം c raised to half എന്ന് പറഞ്ഞ് ഇത് കുറഞ്ഞാൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പർ ബൗണ്ട് സിയും ലോവർ ബൗണ്ട് 1 ആണ്. കാരണം എല്ലാ നമ്പേഴ്സും 1നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ സീക്വൻസ് xn ഈസ് ഡിക്രീസിങ് എന്ന് പറഞ്ഞു. സീക്വൻസ് xn ഈസ് ബൗണ്ടഡ് എബോവ് ബൈ സി ആൻഡ് ബിലോ ബൈ 1. സീക്വൻസ് xn ഈസ് ബൗണ്ടഡ് എബോവ് ബൈ സി. കാരണം ഏറ്റവും വലുത് സി ആണ്, പിന്നെ കുറഞ്ഞാൽ പോകുന്നത്. ആൻഡ് ബിലോ ബൈ 1. Therefore, sequence xn is a bounded monotone sequence and hence it is convergent. Let limit xn equal to x. monotone convergence theorem വെച്ചിട്ട് ഇത് കൺവേർജൻ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ലിമിറ്റിനെ xn എന്ന് വിളിച്ചു. let x equal to limit xn. അപ്പം നമ്മൾ ഇനി എന്താ മുമ്പത്തെ പോലെ തന്നെ സബ്സീക്വൻസ് തിയറം അപ്ലൈ ചെയ്യുവാണ്. തിയറം 15 അപ്ലൈ ചെയ്യുവാണ് എങ്കിൽ തൊട്ട് മുന്നിലത്തെ പ്രോബ്ലം ചെയ്തതുപോലെ the subsequence sequence x2n also by theorem 15 എഴുതിയാൽ മതി. by theorem നമ്പർ നിങ്ങൾ എഴുതണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ തിയറത്തിൻ്റെ നമ്പറൊന്നും എഴുതണ്ട. by theorem every subsequence of the sequence converges to the same limit. Therefore, the subsequence x2n also converges to x. By theorem
every subsequence of a convergent sequence converges to the same limit. Therefore, x2n converges to x. That is, limit of x2n is equal to x. ഇനി നമ്മൾ x2n കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ മുമ്പേ ചെയ്ത അതേ പാറ്റേണാണ്. x2n എന്ന് പറയുന്നത് c⁻1/2n ആണ്. നമുക്കതിനെ c⁻1/n all raised to 1/2 എന്ന് എഴുതാൻ മേലെ 1/n × 1/2 ആണ് 1/2n. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ഈ c⁻1/n എന്ന് പറയുന്നത് നമ്മുടെ xn ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു xn⁻½ എന്ന് കിട്ടും. നമുക്ക് x2n is equal to xn⁻². Taking limit on both sides, limit of x2n is equal to limit of xn⁻². അപ്പോൾ നമുക്ക് x is equal to x⁻² എന്ന് കിട്ടും. കാരണം xൻ്റെ ലിമിറ്റ് x ആണ്. അപ്പോൾ xn⁻²ൻ്റെ ലിമിറ്റ് x⁻² വരും. Implies x equal to x⁻². x equal to x⁻². Squaring we get x² equal to x. x² equal to x. x² minus x equal to 0. x into x minus 1 equal to 0. x equal to 0. x equal to 1. അപ്പോൾ എക്സ് 0യോ 1ഓ ആണ്. പക്ഷെ നമുക്കറിയാം എക്സനുകളുടെ വാല്യൂ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. അപ്പോൾ എക്സനുകളെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ലിമിറ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇംപ്ലൈസ് ലിമിറ്റ് ഓഫ് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Therefore, ലിമിറ്റ് ഓഫ് എക്സൻ ഈസ് ഈക്വൽ ടു 1. 0 പോസിബിൾ അല്ല. കാരണം എക്സനിൻ്റെ വാല്യൂ 1നും സിക്കും ഇടയ്ക്ക് ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1നും സിക്കും ഇടയ്ക്ക് കിടക്കണം. അപ്പോൾ എക്സിന് 1നേക്കാളും ലിമിറ്റ് ഓഫ് എക്സിന് 1നേക്കാളും കുറയാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് ഓഫ് എക്സിന് 0 വരാൻ പറ്റിയില്ല. Therefore, we can say that limit of xn is equal to 1. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ സീക്വൻസ് കൺവേർജൻ്റ് ആണ് ആദ്യം മോണോട്ടോൺ കൺവേർജൻസ് തിയറം വെച്ചിട്ട് പറഞ്ഞത്. അതായത് സീക്വൻസ് ബൗണ്ടഡും ആണ് ഇൻക്രീസിങ്ങും ആയതുകൊണ്ട് ഇതൊരു മോണോട്ടോൺ സീക്വൻസ് ആണ്. അതുകൊണ്ട് കൺവേർജൻ്റ് ആണ്. അപ്പോൾ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. പിന്നെ നമ്മൾ ചെയ്തത് എവരി സബ്സീക്വൻസും അതേ പോയിന്റിലോട്ട് തന്നെ കൺവേർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സബ്സീക്വൻസ് അതേ പോയിന്റിലോട്ട് തന്നെ കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? x2നും എക്സിലോട്ട് കൺവേർജ് ചെയ്യാൻ പറ്റും. പിന്നെ x2നും എക്സനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് x2n is equal to xn⁻². അതിൽ നിന്ന് നമുക്ക് ലിമിറ്റ് ഓഫ് x2n ഈക്വൽ ടു ലിമിറ്റ് ഓഫ് xn⁻². അപ്പോൾ x ഈക്വൽ ടു x⁻². അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x ഈക്വൽ ടു 0യും 1ഉം കിട്ടും. അപ്പം എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ലിമിറ്റിന് 0 ആകാൻ പറ്റിയില്ല.